ഫ്രണ്ട്സ്, ഞാൻ ഇപ്പോൾ ഓച്ചിറയിലാണ് നിൽക്കുന്നത്. ഇന്ന് നമ്മളെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓച്ചിറയിൽ നിന്ന് കാവനാട് വരെയുള്ള ഭാഗത്ത് പാലങ്ങളുടെ അണ്ടർപാസിൻ്റെയൊക്കെ പണി എവിടം വരെ ആയി എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ കാണിക്കാൻ പോകുന്നത്. ഓക്കെ, ഞാൻ ഇപ്പോൾ ഓച്ചിറയിൽ നിൽക്കുകയാണ്. ഓച്ചിറയിൽ വരുന്ന അണ്ടർപാസ്സാണ്. നല്ല അത്യാവശ്യം വലിയ നീളവും വീതിയും ഹൈറ്റും ഒക്കെ ഉള്ള ഒരു അണ്ടർപാസ്സാണ്. ഓക്കെ, ഓച്ചിറയിൽ വരുന്ന അണ്ടർപാസ്സാണ്. അണ്ടർപാസിൻ്റെ പണി ഇത്രത്തോളം പൂർത്തിയായിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് നേരെ കാവനാട് ഭാഗത്തേക്ക് പോകാം, കൊല്ലം ഭാഗത്തേക്ക് പോകാം. കാവനാട് വരെയുള്ള പാലങ്ങളുടെ അണ്ടർപാസിൻ്റെയും പണികളൊക്കെ എവിടം വരെ ആയി എന്നുള്ളതാണ് ഈ വീഡിയോ. ഇത് ഞാൻ മുമ്പേ പറഞ്ഞല്ലേ, എങ്കിലും ഇതും കൂടി ഇരിക്കട്ടെ. ഓക്കെ, ഇവിടുത്തെ വീഡിയോ ഉണ്ടല്ലോ. ഇനി അടുത്ത അണ്ടർപാസ് വരുമ്പോൾ നമുക്ക് അടുത്ത കാണാം. നമ്മൾ കഴിഞ്ഞ വീഡിയോസ് എന്ന് പറയുന്നത് കാവനാട് തൊട്ട് ഓച്ചിറ വരെയുള്ള വീഡിയോസ് ആയിരുന്നു. 3 വീഡിയോ ആയിട്ടാണ് ഇട്ടേക്കുന്നത്. റോഡ് പണി കാഴ്ചകളാണ്. അത് ചാനലിൽ കയറി നോക്കിയാൽ കാണും. അപ്പോൾ നമ്മൾ ഓച്ചിറ വിട്ടിട്ട് പിന്നെ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു അണ്ടർപാസ്സാണ്. അത് ഓച്ചിറ കഴിഞ്ഞ് പിന്നെ അടുത്തൊരു അണ്ടർപാസ് വരുന്നത്. ഇത് 2 ഭാഗത്തെയും പണിയൊക്കെ പൂർത്തിയായതാണ് കേട്ടോ. ഈ സ്ഥലപ്പേരെന്ന് പറയുന്നത് ചങ്ങംകുളങ്ങരയിലാണ് കേട്ടോ. ചങ്ങംകുളങ്ങരയിലാണ് അടുത്ത അണ്ടർപാസ് വരുന്നത്. അതിൻ്റെ 2 ഭാഗത്തെയും പണിയൊക്കെ പൂർത്തിയായിട്ടുണ്ട്. ചെറിയ അണ്ടർപാസ്സാണ് കേട്ടോ. SVUP സ്മോൾ വെഹിക്കിൾ അണ്ടർപാസ്സാണ്. ഓക്കെ, ഓച്ചിറ കഴിഞ്ഞിട്ട് ഇപ്പം ഓച്ചിറ 1, അടുത്ത ഇവിടെ ചങ്ങംകുളങ്ങര 2 അണ്ടർപാസ് കണ്ടിട്ടുണ്ട്. ഓച്ചിറ വന്ന് കണ്ടത് വലുതല്ലേ, ഇത് ചെറുതാണ്. അങ്ങനെ നമ്മൾ അടുത്ത ഒരു അണ്ടർപാസ്സാണ് നമുക്ക് മുമ്പിൽ കാണുന്നത്. ഇത് പുതിയ കാവാണ് കേട്ടോ. കരുനാഗപ്പള്ളി പുതിയ കാവിലാണ് പിന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഓച്ചിറ കഴിഞ്ഞ് ഓച്ചിറയിൽ ഒരെണ്ണം ഉണ്ടായിരുന്നു. പിന്നെ അടുത്ത് ഇത് ചങ്ങംകുളങ്ങര, മറന്നില്ല സ്ഥലപ്പേര്, അവിടെ ഒരെണ്ണം ഉണ്ടായിരുന്നു. പിന്നെ ഈ പുതിയ കാവിലാണ്. ഇപ്പോൾ 3ാമത്തെ അണ്ടർപാസ്സാണ് കാണുന്നത്. ഇത് വലിയ അണ്ടർപാസ്സാണ് കേട്ടോ. നമ്മൾ മുമ്പേ കണ്ട പോലെ സ്മോൾ വെഹിക്കിൾ അണ്ടർപാസ് അല്ല, വലിയ വാഹനങ്ങൾ പോകുന്ന വലിയ അണ്ടർപാസ്സാണ്. അതിൻ്റെ ഒരു ഭാഗത്തെ നിർമ്മാണമാണ് പൂർത്തിയായത്. അത് ഈ ഇടയ്ക്കാണ് പണി പുരോഗമിച്ചത്. ഇത്രത്തോളം പൂർത്തിയായി ആണോ. അത്യാവശ്യം വലിയ അണ്ടർപാസ്സാണ്. ഫ്രണ്ട്സ്, നമ്മളിപ്പം കരുനാഗപ്പള്ളിയിലെത്തി. നമ്മളിതുവരെ 3 അണ്ടർപാസ് കണ്ടല്ലേ. അപ്പോൾ ഓച്ചിറയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം ഓച്ചിറയിലൊന്ന്, അങ്ങനെ 3 അണ്ടർപാസ് ഉണ്ട്. 2 വലിയ അണ്ടർപാസും ഒരു സ്മോൾ വെഹിക്കിൾ അണ്ടർപാസും ഉണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ പിന്നെ ഉള്ളത് കരുനാഗപ്പള്ളിയിലാണ്. കരുനാഗപ്പള്ളി വരുന്നത് ഫ്ലൈ ഓവറാണ് കേട്ടോ, മേൽപ്പാലമാണ്. അതിൻ്റെ പണി എന്ന് പറയുന്നത് പൈലിംഗ് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. പലയിടത്തും ഒരേ സമയം ഒരുപാട് പൈലിംഗ് വർക്കുകളാണ് ഇതേപോലെ നടക്കുന്നുണ്ട്. ഇതിൻ്റെ വീഡിയോ ഞാൻ ഇതിന് മുമ്പത്തെ വീഡിയോയിൽ, അതായത് ഓച്ചിറ ചവറ മുതൽ കരുനാഗപ്പള്ളി വരെയുള്ള ഒരു ഫുൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൽ നമ്മൾ ഇങ്ങനെ ഇവിടെ ഓട്ടിച്ച് ഇതൊക്കെ കാണിക്കുന്നുണ്ട്. ഉണ്ടോ, അവിടെ പൈലിംഗ് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് അടുത്ത് നടക്കുന്നുണ്ട്. പിയറിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ഇനിയും പൈലിംഗ് വർക്ക് പെൻഡിങ് ഉണ്ട്, ബാക്കിയുണ്ട്. പക്ഷെ ഒരുപാടടുത്ത് ഭൂരിപക്ഷവും പൈലിംഗ് വർക്ക് പൂർത്തിയായിട്ടുണ്ട്. ഓക്കെ, അതാണ് ഈ ഫ്ലൈ ഓവറിൻ്റെ അപ്ഡേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഓച്ചിറയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് 3 അണ്ടർപാസും ഒരു ഫ്ലൈ ഓവറും പണി നടക്കുന്ന കാഴ്ചകൾ കണ്ടു. ഇനി നമുക്ക് മുന്നോട്ട് പോകാം. അങ്ങനെ നമ്മൾ കരുനാഗപ്പള്ളി കഴിഞ്ഞ് വരുമ്പം ഇവിടെ വേറൊരു പാലമുണ്ട്. ഒരു തോടിന് പുഴയ്ക്ക് കുറുകെയുള്ളൊരു പാലം, ആറ്റിന് കുറുകെ വരുന്നൊരു പാലം. അത് കന്നേറ്റിയിലാണ് വരുന്നത്. അവിടെ പുതിയ റൈറ്റ് സൈഡിൽ പുതിയ പാലത്തിൻ്റെ പണി നടക്കുകയാണ്. പിയർ വർക്കെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത് ഗഡറുകൾ എടുത്ത് സ്ഥാപിക്കുകയാണ് അടുത്ത വർക്കെന്ന് പറയുന്നത്. റൈറ്റ് സൈഡിലാണ് കേട്ടോ പുതിയ പാലത്തിൻ്റെ പണി നടക്കുന്നത്. അപ്പോൾ നമ്മൾ ഓച്ചിറയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോൾ 3 അണ്ടർപാസും 2 വലിയ അണ്ടർപാസ്, ഒരു ചെറിയ അണ്ടർപാസ്, അത് കഴിഞ്ഞിട്ട് ഒരു ഫ്ലൈ ഓവർ, അപ്പോൾ വേണ്ട കന്നേറ്റിയിൽ ഇവിടെ ഒരു പാലം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ കന്നേറ്റിയിൽ പാലം കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് പിന്നെ കാണാൻ സാധിക്കുന്നത് ഒരു ചെറിയ അണ്ടർപാസ്സാണ്, സ്മോൾ വെഹിക്കിൾ അണ്ടർപാസ്സാണ്. അതിവിടെ കന്നേറ്റിയിലാണ്. കന്നേറ്റിയിലല്ല, കുറ്റിവട്ടത്താണ്. അത് പണി സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ കേട്ടോ. 2 ഭാഗത്തെയും പണി ഒരേ സമയമാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്, പണി തുടങ്ങിയിരിക്കുന്നത്. അതിൻ്റെ ബേസായിട്ടുള്ള താഴെ കോൺക്രീറ്റ് ചെയ്ത് കമ്പിയൊക്കെ ഇങ്ങനെ വെച്ചിട്ടേ ഉള്ളൂ. ചെറിയ അണ്ടർപാസ്സാണ് കേട്ടോ. അപ്പോൾ കുറ്റിവട്ടത്താണ്. കുറ്റിവട്ടം കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഒരു ചെറിയ ഇതേപോലെ തന്നെ SVUP സ്മോൾ വെഹിക്കിൾ അണ്ടർപാസ്സാണ് നമുക്കിവിടെ വെറ്റമുക്കിൽ കാണാൻ സാധിക്കുന്നത് കേട്ടോ.
അതിൻ്റെ ഒരു ഭാഗത്തെ വർക്ക് ഫിനിഷ് ചെയ്തിട്ടുണ്ട്, ഇതേപോലെ ആയിട്ടുണ്ട്. ഇനി ഇതേപോലെ ഈ ഭാഗത്തും കൂടെ വരണം. അതിൻ്റെ വർക്കൊന്നും ഇതുവരെ തുടങ്ങിയിട്ടില്ല. വർക്ക് തുടങ്ങണമെങ്കിൽ ഈ വാഹനങ്ങൾ സർവീസ് റോഡ് വഴി കയറ്റി വിടണം. അതിന് ഭാഗമായി സർവീസ് റോഡിൻ്റെ പണി ഇങ്ങനെ നടക്കുകയാണ്. സർവീസ് റോഡിൻ്റെ പണി നടന്നാലേ ഇവിടെ മറുഭാഗത്ത് ഇതേപോലെ അണ്ടർപാസ് പണിയാൻ പറ്റൂ. അപ്പോൾ നമ്മൾ 5 അണ്ടർപാസ് ഉണ്ടല്ലേ, 3 ചെറുതും 2 വലിയ അണ്ടർപാസും, പിന്നെ ഒരു ഫ്ലൈ ഓവർ, പിന്നെ ഒരു പാലം. അടുത്ത് നമുക്കൊരു വലിയ ഒരു അണ്ടർപാസാണ്, ടൈറ്റാനിയം KMMLൻ്റെ മുമ്പിലാണ് കേട്ടോ അത് വരുന്നത്. അത്യാവശ്യം വലിയ ഒരു അണ്ടർപാസാണ്, നല്ല വീതിയും ഹൈറ്റും ഒക്കെ ഉള്ള അണ്ടർപാസാണ്. അതിൻ്റെ ഒരു ഭാഗത്തെ നിർമ്മാണം പൂർത്തിയായി, മറുഭാഗത്തെ നിർമ്മാണം ഇതുവരെ ആയിട്ടുണ്ട്. KMMLൻ്റെ അവിടുത്തെ അണ്ടർപാസ് കഴിഞ്ഞ് തൊട്ടടുത്ത് തന്നെ ചവറ പോലീസ് സ്റ്റേഷൻ്റെ മുമ്പിൽ ഒരു ചെറിയൊരു അണ്ടർപാസ് ഉണ്ട്. ചെറിയ അണ്ടർപാസാണ് കേട്ടോ. അടുത്ത ഒരു അണ്ടർപാസ് നമ്മളിതേപോലെ ചവറയിലാണ് കാണാൻ സാധിക്കുന്നത്. അതും ചെറിയൊരു അണ്ടർപാസാണ് കേട്ടോ, സ്മാൾ വെഹിക്കിൾ അണ്ടർപാസാണ്. അതിൻ്റെ ഒരു ഭാഗത്ത് നിർമ്മാണം പൂർത്തിയായി, ഇതേപോലെ ഇനി ഈ ഭാഗത്തും കൂടെ ബാക്കിയുണ്ട്. ചവറയിൽ വരുന്ന അണ്ടർപാസ് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു ചവറ പാലം വരേണ്ടതാണ്. ഇവിടെ പൈലിംഗ് വർക്ക് സ്റ്റാർട്ട് ചെയ്തു. ഇത് അങ്ങോട്ട് പോയപ്പോൾ കണ്ടില്ലായിരുന്നല്ലോ. അടുത്തായിട്ട് ഒരു അണ്ടർപാസാണ് വരുന്നത്. ഇപ്പോൾ എത്രയാണ്, 9ാമത്തെ അണ്ടർപാസാ 10ാമത്തെ അണ്ടർപാസാ, എത്ര ആയെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യും. ഇത് നീണ്ടകര പാലത്തിന് തൊട്ട് മുമ്പ് വരുന്ന ഒരു അണ്ടർപാസാണ് കേട്ടോ. പാലം അണ്ടർപാസും ചേർന്നാണ് വരുന്നത് കണ്ടോ. അണ്ടർപാസിൻ്റെ പണി 2 ഭാഗത്തെ പണി ഇതേപോലെ ആയിട്ടുണ്ട്. നടുക്കൂടെ സർവീസ് റോഡായിരിക്കും, അതായത് പഴയ പാലം സർവീസ് റോഡായിട്ട് ഉപയോഗിക്കാനാണ് സാധ്യത കൂടുതൽ. അപ്പോൾ നീണ്ടകര പാലത്തിൻ്റെ പണിയെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 സൈഡിലും പുതിയ പാലമാണ് വരുന്നത്. 2 പുതിയ പാലവും തകൃതിയായിട്ട് ഒരേപോലെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ലെഫ്റ്റ് സൈഡിൽ എനിക്ക് തോന്നുന്നു ഒരു ഇതുള്ള എല്ലാ പിയറിൻ്റെ വർക്കും പൂർത്തിയായിട്ടുണ്ട്. പിയർ ഗ്യാപ്പും ഫിനിഷ് ചെയ്തിട്ടുണ്ട്, ഇനി ഗട്ടറിൽ സ്ഥാപിച്ചാൽ മതി. റൈറ്റ് സൈഡിൽ ഇനി കുറച്ച് പിയറെല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇതേപോലെ പിയർ ഗ്യാപ്പിൻ്റെ പണി പെൻഡിങ് ഉണ്ട്, ബാക്കിയുണ്ട് റൈറ്റ് സൈഡിൽ കേട്ടോ. ഫ്രണ്ട്സ്, അങ്ങനെ ഫൈനലി നമ്മൾ കാവനാട് എത്തിയിരിക്കുകയാണ്. കാവനാട് ഒരു അണ്ടർപാസാണ് വരുന്നത്. ഓച്ചിറ മുതൽ കാവനാട് വരെ ഉള്ളതിൽ പിയറിൽ വരുന്ന ഒരേ ഒരു അണ്ടർപാസാണ് കാവനാട് വരുന്നത് കേട്ടോ. ഇത് അത്യാവശ്യം വലിയ ഒരു അണ്ടർപാസാണ്. അപ്പോൾ ഇതും കൂടെ കാണിച്ചുകൊണ്ട് നമ്മളെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം അല്ലേ. ഇതിൻ്റെ എല്ലാ പണിയും കഴിഞ്ഞ് ഗഡറൊക്കെ സ്ഥാപിച്ചതിൻ്റെ മേളിൽ കോൺക്രീറ്റ് വർക്കൊക്കെ കഴിഞ്ഞാണ് കേട്ടോ. ഫ്രണ്ട്സ്, അങ്ങനെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.